സീതാറാം യെച്ചൂരി എന്ന തീക്കനൽ അണഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയാതെ അനുയായികളും സഹപ്രവർത്തകരും. സംശയലേശമന്യേ നമുക്ക് ഒരു കാര്യം പറയാം, വിടവാങ്ങിയത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു മാതൃകാ വ്യക്തിത്വമാണ്. സൗമ്യമുഖമുള്ള ഉറച്ച നിലപാടുകളുള്ള മാധ്യമങ്ങളോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സീതാറാം യെച്ചൂരിക്ക് ശേഷം CPM-നെ നയിക്കാൻ നിയോഗം ആർക്കെന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഡൽഹി ആസ്ഥാനത്ത് ഉയർന്നു കഴിഞ്ഞു. ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് ജ്വലിച്ചുയർന്ന വിപ്ലവ നക്ഷത്രം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാവായി സീതാറാം യെച്ചൂരി എന്ന യെച്ചൂരി സീതാരാമറാവു ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും കാവൽ പോരാളിയായി മാറിയത് സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിലൂടെ. CPIM ആദ്യ ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യായിരുന്നു സീതാറാമിന്റെ റോൾ മോഡൽ. പേരിനു മുന്നിലെ ജാതിവാൽ മുറിച്ച് യെച്ചൂരി സീതാരാമറാവു അങ്ങനെ സീതാറാം യെച്ചൂരിയായി. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഞ്ചിനീയറായിരുന്ന അച്ഛനൊപ്പം ഡൽഹി നഗരിയിലേക്ക് എത്തിയതാണ് യെച്ചൂരിയുടെ ജീവിതം മാറ്റിമറിച്ചത്. തെലങ്കാന പ്രക്ഷോഭത്തിന്റെ കനലുമായി നടന്ന യുവാവ് JNUവിൽ സമ്പൂർണ്ണ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി. SFIയുടെ തീപ്പൊരി നേതാവായി. ഇന്ദിരാഗാന്ധിയെപ്പോലും അത്ഭുതപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റായി. ഒരുപക്ഷെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും എത്താതിരുന്നെങ്കിൽ രാജ്യം കണ്ട മികച്ചൊരു സാമ്പത്തിക വിദഗ്ധനായി മാറിയനെ സീതാറാം യെച്ചൂരി. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശ പോരാട്ടങ്ങളുടെ സമരവേദികളിലെല്ലാം യെച്ചൂരിയുടെ ചുരുട്ടിപ്പിടിച്ച കൈ ഉയർന്നു. (2015) മുതൽ CPIM ജനറൽ സെക്രട്ടറി, 32 വർഷമായി പൊളിറ്റ് ബ്യൂറോ അംഗം, 1985 മുതൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, 3 തവണ JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് തുടങ്ങി പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന പദവികളിലും യെച്ചൂരിയായിരുന്നു നെടുനായകത്വം വഹിച്ചത്. ഇന്ത്യ കൂട്ടായ്മയുടെ മുഖ്യശില്പി, 2005 മുതൽ 2017 വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗം, തൊഴിലുറപ്പടക്കമുള്ള പൊതു മിനിമം പരിപാടിയുടെ പിന്നിലെ ചാലകശക്തി. വിശേഷണങ്ങളേറെയാണ് സീതാറാം യെച്ചൂരി എന്ന തീക്കനലിന്. ജീവിതം കമ്മ്യൂണിസത്തിന് നീക്കിവെച്ച കൊമ്രേഡിന്റെ ശരീരം ഇനി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന്. സീതാറാം യെച്ചൂരി യാത്രയാകുമ്പോൾ ഒരു ചോദ്യം കാതലായി മുഴച്ചു നിൽക്കുന്നു. CPIM-നെ നയിക്കാൻ ഇനി ആര്? നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങൂ എന്ന് നേതാക്കൾ അറിയിക്കുന്നു. ബൃന്ദ കാരാട്ടാണ് നിലവിൽ ഏറ്റവും മുതിർന്ന അംഗം. പ്രായപരിധി നിബന്ധന അനുസരിച്ച് ബൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതുമുണ്ട്. മുഹമ്മദ് സലീം, MA ബേബി, A. വിജയരാഘവൻ എന്നിവരുടെ പേരുകളും നേതൃത്വത്തിന് മുന്നിലുണ്ട്. റിസർച്ച് ഡെസ്ക്, 24. സീതാറാം യെച്ചൂരിക്ക് ശേഷം CPM-നെ ആര് നയിക്കും എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. എന്തായാലും പോളിറ്റ് ബ്യൂറോയിലെ MA ബേബിക്കോ അല്ലെങ്കിൽ A. വിജയരാഘവനോ നറുക്ക് വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു വനിതയെ തലപ്പത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും പാർട്ടി നേതൃത്വത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വൃന്ദ കാരാട്ടിനായിരിക്കും ആ ഊഴം.